ലോക്സഭാ മണ്ഡല പുനർനിർണയവുമായി കൂട്ടിക്കെട്ടിക്കൊണ്ട് കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ കൊണ്ടുവന്ന വനിതാ സംവരണ ഭേദഗതി ബില്ല് അത് പരാജയപ്പെട്ടു. 3-2 ഭൂരിപക്ഷം നേടാൻ സർക്കാരിന് സാധിച്ചില്ല. പ്രതിപക്ഷം ഒന്നിച്ചു നിന്ന് സർക്കാരിൻ്റെ ഈ ബില്ലിനെ പരാജയപ്പെടുത്തി. അത് വനിതാ സംവരണത്തോടുള്ള എതിർപ്പുകൊണ്ടായിരുന്നില്ല. നേരെ മറിച്ച് വനിതാ സംവരണം എന്ന വിഷയം മുമ്പിൽ നിർത്തിക്കൊണ്ട് അവരുടെ ഒരു സ്വകാര്യ അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ടി, അതായത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലോക്സഭാ സീറ്റുകൾ പുനർനിശ്ചയിക്കണം, അതിൻ്റെ അതിരുകൾ മാറ്റി നിർണ്ണയിക്കണം, അതിനുവേണ്ടി കൊണ്ടുവന്ന ഒരു ബില്ല് വാസ്തവത്തിൽ പരാജയപ്പെട്ടത് അതാണ്. പക്ഷേ അതിൻ്റെ തൊട്ടു പിന്നാലെ പ്രതിപക്ഷം ഒന്നടങ്കം വനിതാ സംവരണ ബില്ലിനെ പരാജയപ്പെടുത്തി. ഇത് സ്ത്രീകൾക്കെതിരായിട്ടുള്ളൊരു വലിയ അപരാധമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി മോദി അദ്ദേഹം രാജ്യത്തോടായിട്ടൊരു പ്രസംഗം രാജ്യത്തെ അഭിസംബോധന ചെയ്തു. ദൂരദർശനിലൂടെ, സൻസദ് ടി വിയിലൂടെ പ്രധാനമന്ത്രി ജനങ്ങളുമായി സംസാരിച്ചു. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് പറഞ്ഞ് നമ്മുടെ പ്രതിപക്ഷ കക്ഷികൾ, കോൺഗ്രസ്, CPM, ഇവരൊക്കെ, നമ്മുടെ MA ബേബിയൊക്കെ ഉണ്ട്, CPMൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി, അവരൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിരിക്കുക. ഈ വാർത്ത വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാ വന്നത്. നമ്മളെല്ലാവരും മോദിയുടെ പ്രസംഗം കേട്ടതാണ്. അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിനെതിരാണെന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷേ ചിരിക്കാനെന്താ കാര്യം? നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരായിട്ടൊരു പരാതി കൊടുക്കുന്നതിലെ ഫലശൂന്യത ഓർത്ത് ചിരിച്ചു പോയതാണ്. ഒന്നാമത്തെ കാര്യം, നരേന്ദ്രമോദിക്ക് തെറ്റ് പറ്റത്തില്ല. അങ്ങനെയാണല്ലോ നമ്മളെയൊക്കെ ധരിപ്പിക്കാൻ BJPയും സംഘപരിവാരവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് തെറ്റ് സംഭവിക്കത്തേയില്ല. ഇനി സംഭവിച്ചാൽ തന്നെ മോദി തെറ്റു ചെയ്തു, മോദി അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് ആരെങ്കിലും ഒരാൾ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്ഥാപനം അങ്ങനെ പറയുമോ? അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ രാജ്യത്തെ ഇന്നത്തെ സ്ഥിതി എന്താ? അതാ നേരത്തെ പറഞ്ഞത്. പ്രധാനമന്ത്രി മോദിക്ക് എന്തെങ്കിലും തെറ്റു സംഭവിച്ചാൽ അത് അങ്ങനെയാണെന്ന് പറയാൻ പറ്റിയ ഒരു സ്ഥാപനം ഇന്ന് ഇന്ത്യയിലില്ല. അതാണ് വസ്തുത. അതുകൊണ്ടാണ് പ്രതിപക്ഷ കക്ഷികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതിലെ ഫലശൂന്യതയെപ്പറ്റി പറയേണ്ടി വന്നത്. ഇവ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊരു പരാതി കൊടുത്തു. എന്തിനാണ് അങ്ങനെ ഒരു പരാതി നൽകുന്നത്? എന്തെങ്കിലും തെറ്റു സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതേപ്പറ്റി അന്വേഷിക്കണം, അത് പരിശോധിക്കണം, എന്നിട്ട് അതിന്മേൽ നടപടിയെടുക്കണം. ചെയ്തെങ്കിൽ തെറ്റു ചെയ്ത ആൾ അത് സമ്മതിക്കണം, അല്ലെങ്കിൽ അതിനുള്ള നടപടി ഉണ്ടാവണം. അതുകൊണ്ടാണല്ലോ പരാതി കൊടുക്കുന്നത്. പക്ഷേ അതിന് പറ്റിയൊരു സംവിധാനം ഇന്ത്യയിൽ ഇല്ലാത്തിടത്തോളം കാലം ഈ പരാതിയെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ ചിരിക്കുകയല്ലാതെ നമ്മളെന്താണ് ചെയ്യുക? നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നതിൻ്റെ സ്ഥിതി എന്താ? നമ്മൾ TN ശേഷനെ പറ്റിയൊക്കെ ഓർത്തു പോകും ഇതൊക്കെ കേൾക്കുമ്പോൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഇന്ന് BJPയുടെ അല്ലെങ്കിൽ BJP സർക്കാരിൻ്റെ ഒരു B ടീമാണ്. നമുക്കറിയാം, വോട്ട് ചോരിയെക്കുറിച്ചുള്ള വിവാദങ്ങളൊക്കെ ഓർമ്മിക്കുന്നുണ്ടല്ലോ. തെളിവുകൾ സഹിതമാണ് രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവ്, അത് പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്. എന്നിട്ട് എന്താണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തത്? പിന്നെ SIR ഒക്കെ നമ്മൾ മറന്നിട്ടില്ല. അതൊക്കെ ഈ അടുത്ത കാലത്ത് സംഭവിച്ച കാര്യങ്ങളാണ്. BJP പറയുന്നതിനപ്പുറത്ത്, മോദി പറയുന്നതിനപ്പുറത്ത്, അമിത്ഷാ നിർദ്ദേശിക്കുന്നതിനപ്പുറത്ത് എന്തെങ്കിലും ഒരു നടപടി എടുക്കാനുള്ള ധൈര്യം നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനില്ല. പിന്നെ അതാണ് സ്ഥിതിയെങ്കിൽ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി പറഞ്ഞിട്ട് എന്താണ് പ്രയോജനം? ഇവിടെ ഭരണഘടനാ വിദഗ്ധനായ കപിൽ സിബൽ പറഞ്ഞ വാചകമാണ് ഓർമ്മ വരുന്നത്. ധാരാളം ആളുകളെ, രാഷ്ട്രീയ നേതാക്കളും മറ്റ് ഭരണഘടനാ വിദഗ്ധന്മാരും പ്രധാനമന്ത്രി ചെയ്തത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. അതിലേറ്റവും ശ്രദ്ധേയമായിട്ട് തോന്നിയത് കപിൽ സിബലിൻ്റെ വാചകങ്ങളാണ്. അദ്ദേഹം പറഞ്ഞു, ഇത് അങ്ങേരത്തെ തെറ്റാണ്. തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പ്രധാനമന്ത്രി എന്ന പദവി ഇകഴ്ത്തുന്നതിന് തുല്യമാണ്. ഇതുവരെ സ്വതന്ത്ര ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിമാരും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ പേരിൽ നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനമോ, അദ്ദേഹം ഉദ്ദേശിച്ചത് ഏതെങ്കിലും ഭരണഘടനാ സ്ഥാപനത്തെക്കുറിച്ചായിരിക്കണം, അവരോ ഇതിന്മേലൊരു നടപടി എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നിയമങ്ങളുടെ നടത്തിപ്പിന് വേണ്ടി, നമ്മുടെ ഭരണഘടനയ്ക്ക് യാതൊരു കേടും പറ്റാതെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി
അനവരതം പോരാടുന്ന ഒരു നിയമവിദഗ്ധനാണ്, അല്ലെങ്കിൽ ഭരണഘടനാ വിദഗ്ധനാണ് കപിൽ സിബാൽ. അദ്ദേഹത്തിൻ്റെ നിസ്സഹായാവസ്ഥയാണ് ഈ വാക്കുകളിൽ നമ്മൾ കണ്ടത്. ആ നിസ്സഹായാവസ്ഥ നമ്മുടെ രാജ്യത്തിൻ്റെ നിസ്സഹായാവസ്ഥ തന്നെയാണ്. ഈ വനിതാ സംവരണ ഭേദഗതി ബില്ലിൻ്റെ പരാജയം ലോക്സഭയിൽ സംഭവിച്ചത് മോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു കനത്ത ആഘാതമായിരുന്നു, തിരിച്ചടിയായിരുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എന്തും അങ്ങ് നടത്തിയെടുക്കാം, പ്രതിപക്ഷത്തിരിക്കുന്നവരൊക്കെ പൊട്ടന്മാരാണെന്നുള്ള വിചാരത്തിലാണ് ഈ ഭേദഗതി ബില്ലുമായിട്ടൊക്കെ വന്നത്. പക്ഷേ അത് നടന്നില്ല. അവർ ഒന്നിച്ചു നിന്നു. പ്രതിപക്ഷം ഈ നീക്കത്തെ, ഈ ഇരട്ടത്താപ്പിനെ, അല്ലെങ്കിൽ ഈ നിഗൂഢ ലക്ഷ്യങ്ങളോടുകൂടിയുള്ള നിയമനിർമ്മാണത്തെ അവർ ഒന്നിച്ചു നിന്ന് പരാജയപ്പെടുത്തി. യാതൊരു സംശയമില്ലാതെ പറയാം, അത് മോദി സർക്കാരിന് വലിയ തോതിൽ ജാള്യം, നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവ വികാസമായിരുന്നു. ഉടനെ പ്രധാനമന്ത്രി എന്താ ചെയ്തത്? ഓടി ദൂരദർശനിലേക്ക് പോവുകയാണ്. പ്രതിപക്ഷത്തെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം അങ്ങ് കാച്ചുകയാണ്. അത് ഒരു രണ്ടാം കിട രാഷ്ട്രീയ പ്രസംഗം മാത്രമാണ്. ഈ പ്രസംഗം നടത്തിയ സമയം കൂടെ വളരെ പ്രധാനപ്പെട്ടതാണ്. പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, ആദ്യഘട്ട വോട്ടിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതവിടെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ നടത്തേണ്ട പ്രസംഗമായിരുന്നു. അതാണ് സർക്കാരിൻ്റെ പ്രക്ഷേപണ സംവിധാനമായ ദൂരദർശൻ ഉപയോഗിച്ച്, പാർലമെൻറ്റിൻ്റെ സൻസദ് TV ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസംഗം, ഈ രണ്ടാം കിട രാഷ്ട്രീയ പ്രസംഗം ജനങ്ങളിലെത്തിക്കാനുള്ള ശ്രമം നടത്തിയത്. തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, പ്രചാരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും അനുസരിക്കേണ്ട വ്യവസ്ഥകളാണ് പെരുമാറ്റച്ചട്ടത്തിലുള്ളത്. അതിലെ 4-ാം വകുപ്പിൻ്റെ പച്ചയായ ലംഘനമാണ് നമ്മുടെ പ്രധാനമന്ത്രി മോദി നടത്തിയത്. 4-ാം വകുപ്പിൽ എന്താണ് പറയുന്നത്? വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും അതിൽ എഴുതിയിട്ടുണ്ട്. അധികാരത്തിലിരിക്കുന്ന പാർട്ടി, അതായത് ഭരണകക്ഷി, സർക്കാർ ഖജനാവിലെ പണം ഉപയോഗിച്ച് പൊതുമാധ്യമങ്ങളുടെ, സർക്കാർ ഉടമസ്ഥതയിലുള്ള മാധ്യമങ്ങളിലൂടെ പ്രചാരണം നടത്തുന്നത്, അവരുടെ രാഷ്ട്രീയം പറയുന്നത് തെറ്റാണ്. അത് നടക്കാൻ പാടില്ല. അതിനുവേണ്ടി സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് മാധ്യമങ്ങളിൽ പരസ്യം നൽകാൻ അനുവദിക്കുന്നതല്ല, അത് പാടില്ല. അതുപോലെ തന്നെ സർക്കാരിന് നേട്ടമുണ്ടാകുന്ന തരത്തിൽ മാധ്യമങ്ങളെ ഉപയോഗിച്ച് അവരുടെ രാഷ്ട്രീയ പ്രചാരണം നടത്തുന്നത്, ഔദ്യോഗിക മാധ്യമങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്നത് കർശനമായി തടയേണ്ടതാണ്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ആരായാലും, മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും ആരായാലും അത് ചെയ്യാൻ പാടില്ല. 4-ാം വകുപ്പിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ എന്താണ് നടന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വനിതാ സംവരണ ഭേദഗതി ബില്ല് പരാജയപ്പെട്ടതിൻ്റെ പേരിൽ പ്രതിപക്ഷ കക്ഷികൾക്കെതിരായിട്ടുള്ള ഒരു കടന്നാക്രമണമാണ് അദ്ദേഹം നടത്തിയത്. അത് ഈ പെരുമാറ്റച്ചട്ടത്തിൻ്റെ പച്ചയായ നഗ്നമായ ലംഘനമാണ്. അത് ഇന്ത്യയിൽ ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അതിന് ഭരണഘടനാ വിദഗ്ധനാവണമെന്നൊന്നുമില്ല. ഈ പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ അരച്ചു കുടിച്ച ആളാവണമെന്നൊരു നിർബന്ധവുമില്ല. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന ഒരു കാര്യമാണിത്. വനിതാ സംവരണ ബില്ലിൻ്റെ മറ പിടിച്ചുകൊണ്ട് BJPക്ക് ഇഷ്ടമുള്ള തരത്തിൽ രാജ്യത്തെ ലോകസഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയിക്കുന്നതിന്, അതിൻ്റെ അതിരുകൾ മാറ്റി വരയ്ക്കുന്നതിന് നടത്തിയ ഒരു നിഗൂഢമായ ശ്രമം, അത് പരാജയപ്പെട്ടുടനെ നമ്മുടെ പ്രധാനമന്ത്രി അതുവഴിയുണ്ടായ ജാള്യം, നാണക്കേട്, അത് തീർക്കുന്നതിന് വേണ്ടി ഓടിയത് ദൂരദർശനിലേക്കാണ്. അവിടെ ജനങ്ങളോടായിട്ടൊരു പ്രസംഗം, അഭിസംബോധന ചെയ്യുന്നു രാജ്യത്തെ. ആ മട്ടിൽ ഈ ദൂരദർശൻ എന്ന് പറയുന്നത് BJPയുടെ സ്വത്തൊന്നുമല്ല. BJPക്ക് അങ്ങനെ ചില വിചാരങ്ങളുണ്ട്, സംഘപരിവാരത്തിനൊക്കെ. ഈ സർക്കാർ സ്ഥാപനങ്ങളൊക്കെ BJPയുടേതാണെന്നൊരു ചിന്തയാണ്. അതാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഈ ബില്ലിൻ്റെ ചർച്ചയിൽ പറഞ്ഞത്. നിങ്ങൾക്കൊരു വിചാരമുണ്ട്, ജനങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളാണ്, BJP ആണ്. സായുധ സൈന്യം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളാണ്, ഞങ്ങളുടേതാണ്. അങ്ങനൊന്നുമല്ല. ഇത് BJPയുടെ ഒന്നുമല്ലത്. ദൂരദർശൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൻസദ് TV എന്ന് പറയുന്നത് സർക്കാർ സ്ഥാപനങ്ങളാണ്. സൻസദ് TV പ്രവർത്തിക്കുന്നത് ലോക്സഭയുടെയും രാജ്യസഭയുടെയും കീഴിലാണ്. ഇത് സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് നടത്തുന്ന സ്ഥാപനങ്ങളാണ്. അത് BJPയുടെ രാഷ്ട്രീയ പ്രചാരണം, തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ വേണ്ടിയുള്ളതല്ല. ഇത് ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് നടത്തുന്നതാണ്. അല്ലാതെ സർക്കാരിന് ജാള്യം തോന്നുമ്പോൾ, പരാജയബോധം ഉണ്ടാകുമ്പോൾ അതൊക്കെ കരഞ്ഞു തീർക്കാനുള്ള ഇടമല്ല ദൂരദർശൻ അല്ലെങ്കിൽ സൻസദ് TV. അത് BJP ഇനിയുമെങ്കിലും മനസ്സിലാക്കണം. അവർക്ക് എന്തുമാകാമെന്നൊരു ചിന്തയാണ്, ആ അഹന്തയാണ്, എല്ലാം ഞങ്ങളുടേതാണ് എന്നൊരു തോന്നലാണ്. ഞങ്ങൾ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടത്തും എന്ന ഒരു പിടിവാശിയാണ്.
പക്ഷേ BJP ഒരു കാര്യം ഓർക്കണം, സർ, ഇതൊന്നും നിങ്ങളുടേതല്ല, ഇതൊക്കെ ജനങ്ങളുടെ സ്വത്താണ്, അത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ്. ഇപ്പോൾ ഈ പ്രസംഗത്തിലൂടെ എന്താണ് സംഭവിച്ചത്? ഈ പ്രചാരണ രംഗത്ത് ഒരു ലെവൽ പ്ലേയിങ്ങിനുള്ള അവസരം ഇല്ലാതാക്കുകയാണ് ചെയ്തത്. സർക്കാർ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഭരണപക്ഷം പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ളൊരു വലിയ അറ്റാക്ക് നടത്തുകയാണ്. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പ്രധാനമന്ത്രിയുടെ ഈ പ്രസംഗത്തിന് മറുപടി പറയാൻ പ്രതിപക്ഷത്തിന് അവസരം നൽകണം. അത് ചെയ്യുമോ? ഈ പ്രസംഗത്തിൽ നിങ്ങളൊക്കെ കേട്ടതാണല്ലോ, കോൺഗ്രസിനെയും ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിനെയും തമിഴ്നാട്ടിലെ DMKയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള വിമർശനമാണ് നടന്നത്. അതിൻ്റെ കാരണം പ്രധാനപ്പെട്ട പ്രതിപക്ഷം കോൺഗ്രസ്, പിന്നെ ബംഗാളിലെ പ്രധാനപ്പെട്ട എതിരാളി TMC തൃണമൂൽ കോൺഗ്രസ്, തമിഴ്നാട്ടിൽ അത് DMK. അപ്പം അവരെ, അതായത് വനിതാ സംവരണ ബില്ല്, അതിൻ്റെ ഭേദഗതി ബില്ല് പരാജയപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്വം ഈ 3 പാർട്ടികളുടെ മേൽ ചുമത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തുകയായിരുന്നു. ദൂരദർശൻ്റെ നാഷണൽ പ്രൈം ടൈം അതിനുവേണ്ടി ഉപയോഗിക്കുകയായിരുന്നു. 29 മിനിറ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം. അതിനിടയ്ക്ക് 58 തവണ കോൺഗ്രസ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ DMKയെയും TMCയെയും നേരിട്ട് പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്നു. ഇത് രാഷ്ട്രീയ പ്രസംഗം അല്ലെങ്കിൽ പിന്നെ എന്താണ്? ഇതിന് ഇന്ത്യയിലെ വനിതകൾ പകരം ചോദിക്കുമെന്ന് പറയുകയാണ്. പിന്നെ പ്രസംഗത്തിൽ ചില സെൻറ്റിമെൻ്റൽ കൊഴുപ്പുകളൊക്കെ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ചേർത്തിരുന്നു കേട്ടോ. ഞാൻ മാപ്പ് ചോദിക്കുന്നു, ഇന്ത്യയിലെ സ്ത്രീകളോട്, നാരീശക്തിയോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഈ ബില്ല് പാസ്സാകാതെ പോയതിൽ ഞങ്ങളല്ല ഉത്തരവാദികൾ, അവരാണ് ഇതിന് പിന്നിൽ. ഞങ്ങൾ പക്ഷേ ഈ ശ്രമം വേണ്ടത് വയ്ക്കുന്നില്ല, ഞങ്ങൾ മുന്നോട്ട് പോകും, തുടരും എന്നൊക്കെയുള്ള വാചാടോപങ്ങൾ. എന്തിനാണ് BJP അല്ലെങ്കിൽ നരേന്ദ്രമോദി 56 ഇഞ്ച് കോൺഗ്രസിനെയും TMCയെയും DMKയും ഒക്കെ പേടിക്കുന്നത്? അവരെയൊക്കെ വെറും തൃണസമാനമായിട്ടാണല്ലോ നിങ്ങൾ കരുതിയിരുന്നത്. ഇപ്പം പേടി പിടിച്ചിരിക്കുന്നു 56 ഇഞ്ചിന്. അതാണ് വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നത്. മോഡിയുടെ ഭരണകാലത്തെ ആദ്യ അനുഭവമാണ് ഒരു ഭരണഘടനാ ഭേദഗതി പിന്നെ പരാജയപ്പെടുന്നത്. പേടിക്കാതിരിക്കുമോ? കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന് പറഞ്ഞ് നാഴികയ്ക്ക് 40 വട്ടവും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ കക്ഷികളും ചേർന്ന് അവരുടെ ശക്തി ലോക്സഭയിൽ പ്രകടമാക്കിയപ്പോൾ ദൂരദർശനിലേക്ക് ഓടുക, ജാള്യം മറയ്ക്കാൻ, നാണം മറയ്ക്കാൻ, ജനങ്ങളുടെ മുമ്പിൽ നുണ വിളമ്പാൻ, എന്നിട്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ. അതാണ് പറഞ്ഞത് ഇത് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണെന്ന്. പ്രതിപക്ഷം ഭ്രൂണഹത്യ എന്ന പാപം ചെയ്തു എന്നാണ് പറഞ്ഞത് മോദി. അതിന് ഇന്ത്യയിലെ നാരീശക്തി പകരം ചോദിക്കുമെന്ന് ഇവരൊക്കെ വിചാരിച്ചു വച്ചിരിക്കുന്നത് ദൂരദർശനിലൊരു പ്രസംഗം അങ്ങ് നടത്തിയ ഉടനെ, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റേഡിയോയുടെ മൻ കി ബാത്ത് അങ്ങ് നടത്തിയാൽ ഉടനെ ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തെ അങ്ങ് വിശ്വസിക്കുമെന്നാണ്. അല്ലെങ്കിൽ ഇത് കേട്ടിട്ട് തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും സ്ത്രീകളിങ്ങനെ അണിയണിയായി നിന്നിട്ട് താമരയ്ക്ക് കുത്തുവന്നാണ് എന്നൊക്കെയാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ട്, എന്താണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത് എന്ന്. 2023 പാസ്സാക്കിയ നിയമം നമ്മുടെ മുമ്പിലുണ്ട്. 33% സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നിയമം. അത് 2034 നടപ്പാക്കിയാൽ മതിയെന്ന് തീരുമാനിച്ചത് കോൺഗ്രസോ പ്രതിപക്ഷമോ അല്ല, BJP കൊണ്ടുവന്ന ബില്ലിലെ വ്യവസ്ഥയാണ്. ഇനിയല്ല, പെട്ടെന്ന് ഒരു മനംമാറ്റം ഉണ്ടായി. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് 2029 തെരഞ്ഞെടുപ്പിൽ തന്നെ അത് നടപ്പാക്കണമെന്നാണെങ്കിൽ നടപ്പാക്കിക്കോളൂ, ആരാണെതിര്? ഇപ്പോൾ ലോകസഭയിലുള്ള അംഗസംഖ്യയുടെ 33% സംവരണം ചെയ്യാൻ ഒരു ഭേദഗതി കൊണ്ടുവരാൻ ഗവൺമെൻറ്റിന് സാധിക്കുമല്ലോ. പ്രതിപക്ഷം കോൺഗ്രസ് അടക്കമുള്ളവർ അതിന് വെല്ലുവിളിച്ചതാണല്ലോ. എന്നിട്ട് എന്തുകൊണ്ടാണ് അത് കൊണ്ടുവരാതിരിക്കുന്നത്? സംവരണമല്ല BJPയുടെ ലക്ഷ്യം, പ്രധാനപ്പെട്ട ഉദ്ദേശം. അത് മണ്ഡല പുനർനിർണയമാണ്. അവരാഗ്രഹിക്കുന്ന രീതിയിൽ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ. അങ്ങനെ ചെയ്യുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ലോക്സഭയുടെ എണ്ണം വർദ്ധിക്കണം, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത് കുറയണം. ദക്ഷിണേന്ത്യയിലെ BJPക്ക് ക്ലച്ച് പിടിക്കാൻ പറ്റുന്നില്ല, വേര് പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ തെക്കേ ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട് ഉത്തരേന്ത്യൻ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൽപ്പാന്തകാലത്തോളം ഇന്ത്യ ഭരിച്ചു കളയാം. അതാണ് ഉദ്ദേശം. അതാണ് നടപ്പാകാതെ പോയത്. അത് നടക്കാതിരിക്കുമ്പോൾ ജാള്യം തോന്നും, ലജ്ജ തോന്നും. ജനങ്ങളുടെ മുമ്പിൽ അതിനെക്കുറിച്ച് വ്യാജ വിശദീകരണം നൽകാൻ ആഗ്രഹമുണ്ടാവും. അതുവഴി 10 വോട്ട് പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും കിട്ടുമെങ്കിൽ നന്നേ എന്ന് വിചാരിക്കും. അതാണ് സംഭവിച്ചത്. ഭ്രൂണഹത്യ എന്ന് പറഞ്ഞല്ലോ, ആ ഭ്രൂണഹത്യ എന്ന പാപത്തെക്കുറിച്ചാണല്ലോ സംസാരിച്ചത്. അതിൻ്റെ അർത്ഥം എന്തുവാ? ലോക്സഭയിൽ നടന്ന ഒരു കാര്യത്തെ, ഒരു വോട്ടെടുപ്പിൻ്റെ ഫലത്തെ, ഒരു നിയമനിർമ്മാണത്തിൽ സംഭവിച്ച കാര്യങ്ങളെ
ഒരു ഭ്രൂണഹത്യയ്ക്ക് തുല്യമായിട്ട് വിശേഷിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അത് ലോക്സഭയോടുള്ള അങ്ങേറ്റത്തെ അവഹേളനമല്ലെങ്കിൽ പിന്നെ എന്താണ്? തെരഞ്ഞെടുപ്പ് കാലമാണെങ്കിലും അല്ലെങ്കിലും ഒരു പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. രാജ്യം ഒരു ദേശീയ അടിയന്തരാവസ്ഥ സാഹചര്യത്തെ നേരിടുമ്പോൾ, അല്ലെങ്കിൽ പുതിയ ഒരു പ്രധാനപ്പെട്ട നിയമനിർമ്മാണം കൊണ്ടുവരുമ്പോൾ, സാമ്പത്തിക നയത്തിൽ വലിയ മാറ്റം വരുത്തുന്ന പുതിയ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ കുപ്രസിദ്ധമായ നോട്ട് പിൻവലിക്കൽ പോലെയുള്ള മണ്ടൻ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ, കോവിഡിനെ എങ്ങനെ നേരിടണം എന്ന് പറയുമ്പോൾ, ബാൽക്കണിയിൽ കയറിയെന്ന് പാട്ട കൊട്ടിയാൽ മതി, പാത്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിച്ചാൽ മതി, കോവിഡ് പൊയ്ക്കോളും എന്ന് ജനങ്ങളെ ആഹ്വാനം ചെയ്യുമ്പോൾ, ഇത്തരം സാഹചര്യങ്ങളിലൊക്കെയാണ്, അടിയന്തര സാഹചര്യങ്ങളിലാണ് ഈ പ്രസംഗങ്ങൾ നടക്കുന്നത്. ഇത്തരം രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടൊരു പ്രസംഗം ഉണ്ടാകേണ്ടിയിരുന്നത് ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ അമേരിക്കയുമായി ഉണ്ടാക്കിയ വ്യാപാര കരാറിനെ സംബന്ധിച്ചാണ്. ഇന്ത്യയുടെ എല്ലാ താല്പര്യങ്ങളും പരിഗണിച്ചുകൊണ്ട്, ഇന്ത്യൻ കർഷകരുടെ എല്ലാ താല്പര്യങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട്, അമേരിക്കയിലെ വൻകിട കർഷകർക്ക് നമ്മുടെ രാജ്യം കീഴടങ്ങി കൊടുത്തപ്പോൾ, അമേരിക്കയ്ക്ക് കീഴടങ്ങി കൊടുത്തപ്പോൾ അതെന്തിനായിരുന്നു, എന്തുകൊണ്ടായിരുന്നു എന്ന് ഇന്ത്യയോട് വിശദീകരിക്കണമായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി. അതുണ്ടായില്ല. ഇപ്പോഴെന്താ, പാർലമെൻറ്റിൽ ഒരു നിയമനിർമ്മാണം പരാജയപ്പെട്ടു. ഉടനെ വന്നിരിക്കുകയാണ് ദൂരദർശനിലൂടെ ജനങ്ങളോട് സംസാരിക്കാൻ. ഒരു കാര്യത്തിൽ ഗവൺമെൻറ് പറയുന്നത് ശരിയാ, വലിയ തിരിച്ചടിയായിപ്പോയി, നാണക്കേടായിപ്പോയി, ജാള്യമുണ്ടായി. അതിന് പക്ഷേ ഇങ്ങനെയല്ല പരിഹാരം ചെയ്യേണ്ടത്. ഇനി ഈ ഭരണഘടനാ ഭേദഗതി നിയമം സ്ത്രീകൾക്ക് 33% സംവരണം ചെയ്യുന്നതും മണ്ഡല പുനർനിർണയവും കൂട്ടി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ ബില്ലുകൾ പാസ്സാക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻഗണനയുള്ള പ്രയോറിറ്റിയുള്ള ഒരു കാര്യമാണെങ്കിൽ ഗവൺമെൻറ്റിന് ഒരു കാര്യം ചെയ്യാം, ഇത് മുൻനിർത്തിക്കൊണ്ട് രാജിവെക്കുകയും ഈ വിഷയം മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു പുതിയ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്യാം. അതാണ് വേണ്ടത്. അല്ലാതെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ദൂരദർശനിൽ വന്നിരുന്നുകൊണ്ട് പ്രസംഗിക്കുകയല്ല. ഈ ബില്ലിൻ്റെ ചർച്ചാവേളയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു കാര്യം പറഞ്ഞു. അതായത് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം അത്ര ഏശിയില്ലെന്ന്. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചു. ഇതൊരു വസ്തുതയായിരുന്നു. വേണ്ടതുപോലെ ഈ ബില്ലിനെ പ്രതിരോധിക്കാൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് എല്ലാവരും തലകുലുക്കി സമ്മതിച്ചതാണ്. അതിൻ്റെ ദണ്ഡം തീർക്കാൻ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു പ്രസംഗം നടത്തിയത് കാണുമ്പോൾ കപിൽ സിബൽ പറഞ്ഞതാണ് ഓർമ്മ വരിക. ഇതിലൂടെ നമ്മുടെ പ്രധാനമന്ത്രി ആ പദവിയെ ചെറുതാക്കുകയാണ് ചെയ്യുന്നതെന്ന്.